അമേരിക്കയും ഇറാനും തമ്മിൽ ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന രാഷ്ട്രീയ നയതന്ത്ര പോരാട്ടം പശ്ചിമേഷ്യയെ വീണ്ടും ഒരു യുദ്ധഭീതിയുടെ നിഴലിലേക്ക് നയിക്കുകയാണ്. ഇരു രാജ്യങ്ങളിലെ ഭരണാധികാരികൾ പരസ്പരം നടത്തുന്ന കടുത്ത വാചകങ്ങളും ഭീഷണികളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾക്ക് കാരണമാകുന്നു. അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ തങ്ങൾ ഒരിക്കലും വഴങ്ങിയിട്ടില്ലെന്നും ഇപ്പോഴത്തെ ഭീഷണികളും രാജ്യത്തിന്റെ നിലപാടിൽ മാറ്റം വരുത്തില്ലെന്നും ഇറാൻ വ്യക്തമാക്കുകയുണ്ടായി. മുൻപും പല അമേരിക്കൻ ഭരണകൂടങ്ങളും സമാനമായ രീതിയിൽ ഇറാനെതിരെ ഭീഷണികൾ മുഴക്കിയിട്ടുണ്ടെന്ന് ഇറാനിയൻ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ അത്തരം നീക്കങ്ങളുടെ എല്ലാം ആത്യന്തിക ഫലം അമേരിക്കയ്ക്ക് നേരിടേണ്ടി വന്ന പരാജയവും നിസ്സഹായതയും മാത്രമായിരുന്നുവെന്നാണ് ഇറാന്റെ പക്ഷം. തങ്ങളുടെ സമ്പന്നമായ ചരിത്രത്തിന്റെ ആഴവും ദേശീയാഭിമാനവും ഉയർത്തിപ്പിടിച്ചാണ് ഇറാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇത്തരം വിമർശനങ്ങളെ പ്രതിരോധിക്കുന്നത്. ബാഹ്യശക്തികളുടെ ഇടപെടലുകളെ ചെറുത്തു തോൽപ്പിച്ച പാരമ്പര്യമാണ് തങ്ങൾക്കുള്ളതെന്നും അതിനാൽ വിദേശ ഭീഷണികൾക്ക് മുന്നിൽ ആത്മസമർപ്പണം നടത്തുന്ന പ്രശ്നമില്ലെന്നും അവർ ആവർത്തിക്കുന്നു. ഇറാനിയൻ ജനതയും ഭരണകൂടത്തെയും ഭീഷണിപ്പെടുത്തുന്ന ഭാഷയ്ക്ക് പകരം ബഹുമാനത്തോടെയുള്ള നയതന്ത്ര സംഭാഷണമാണ് അമേരിക്ക സ്വീകരിക്കേണ്ടതെന്ന് ഇറാൻ പ്രതിനിധി സോൾഖാദർ മുന്നറിയിപ്പ് നൽകി. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇതായിരുന്നു: ഇറാൻകാർക്ക് ഭീഷണികളുടെ ഭാഷ പരിചിതമല്ല. ഞങ്ങളോട് ബഹുമാനത്തോടെ സംസാരിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ മറ്റൊരു ഭാഷയിൽ പ്രതികരിക്കും. ഈ പ്രസ്താവന കേവലം ഒരു വാശിപ്പുറത്ത് പറയുന്നതല്ല, മറിച്ച് സൈനികമായ പ്രതികരണങ്ങൾക്ക് മാത്രമല്ല, രാഷ്ട്രീയ നയതന്ത്രപരവുമായ ശക്തമായ തിരിച്ചടികൾക്കും ഇറാൻ സർവ്വസജ്ജമാണെന്ന വ്യക്തമായ സന്ദേശമാണ് ഇത് നൽകുന്നത്. ശത്രുക്കളുടെ ഏത് നീക്കത്തെയും പ്രതിരോധിക്കാൻ തക്കവണ്ണം തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയും സൈനിക ശേഷിയും ശക്തമാണെന്ന് ഇറാൻ ഇതിലൂടെ തെളിയിക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുതയ്ക്ക് 1979 ഇറാൻ വിപ്ലവത്തോളം പഴക്കമുണ്ട്. വിപ്ലവത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായും വഷളാവുകയായിരുന്നു. ഈ ബന്ധത്തെ വർഷങ്ങളായി സങ്കീർണമാക്കി നിർത്തുന്ന പ്രധാന ഘടകങ്ങൾ ഇവയാണ്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ലോകശക്തികളും ഇറാനും തമ്മിൽ ഒപ്പുവെച്ചിരുന്ന ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന ചരിത്രപരമായ ആണവ കരാറിൽ നിന്നും അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറി. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വസ്തത പൂർണ്ണമായും തകർത്തു. കരാറിൽ നിന്ന് പിന്മാറിയതിനു ശേഷം ഇറാന്റെ എണ്ണ വ്യാപാരത്തെയും ബാങ്കിംഗ് മേഖലയും തകർക്കുന്ന രീതിയിലുള്ള കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളാണ് അമേരിക്ക ഏർപ്പെടുത്തിയത്. ഇത് ഇറാനിലെ ജനജീവിതത്തെ ബാധിച്ചെങ്കിലും തങ്ങളുടെ നയങ്ങളിൽ മാറ്റം വരുത്താൻ ഇറാൻ തയ്യാറായില്ല. പശ്ചിമേഷ്യയിലെ വിവിധ സായുധ ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകുന്ന സാമ്പത്തിക സൈനിക പിന്തുണ തങ്ങളുടെയും സഖ്യകക്ഷിയായ ഇസ്രയേലിന്റെയും സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് അമേരിക്കയുടെ വാദം. ലോകത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട എണ്ണക്കടത്തുപാതയായ ഹോർമുസ് കടലിടുക്കുൾപ്പെടെയുള്ള മേഖലകളിൽ US സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതും ഇറാന്റെ നാവികസേനയുമായി ഉണ്ടാക്കുന്ന ചെറിയ തർക്കങ്ങളും വലിയ യുദ്ധസാധ്യതകളിലേക്ക് വഴി തുറക്കാറുണ്ട്. അടുത്തിടെ നടന്ന ഇസ്രയേൽ ഇറാൻ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകളും അതിൽ അമേരിക്ക സ്വീകരിച്ച ഇസ്രയേൽ അനുകൂല നിലപാടുകളും മേഖലയിലെ അനിശ്ചിതത്വം ഇരട്ടിയാക്കിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ പുതിയ മുന്നറിയിപ്പുകളെ രാജ്യം അതീവ ഗൗരവത്തോടെ കാണുന്നതും. തങ്ങളുടെ പരമാധികാരത്തെയും ദേശീയ സുരക്ഷയും താൽപ്പര്യങ്ങളെയും ബാധിക്കുന്ന ഏത് നീക്കത്തിനും ശക്തവും കൃത്യവുമായി കണക്കുകൂട്ടിയതുമായ ഉചിതമായ മറുപടി നൽകുമെന്നാണ് ഇറാന്റെ ഔദ്യോഗിക നയം. വിദേശ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ദേശീയാഭിമാനവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കുകയെന്നത് തങ്ങളുടെ അടിസ്ഥാന ഭരണഘടനാ തത്വമാണെന്ന് ഇറാനിയൻ നേതാക്കൾ വ്യക്തമാക്കുന്നു. മറുഭാഗത്ത് ഇറാന്റെ ആണവ സാങ്കേതിക വിദ്യയുടെ വളർച്ചയും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ അവരുടെ സ്വാധീനവും അന്താരാഷ്ട്ര സുരക്ഷയ്ക്കും ജനാധിപത്യ മൂല്യങ്ങൾക്കും വലിയ വെല്ലുവിളിയാണെന്ന നിലപാടാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. ഉപരോധങ്ങളിലൂടെയും സൈനിക പ്രതിരോധത്തിലൂടെയും ഇറാനെ നിയന്ത്രിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് US വ്യക്തമാക്കുന്നു. ഇരു രാജ്യങ്ങളും സ്വീകരിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത കടുത്ത നിലപാടുകൾ നയതന്ത്രപരമായ ചർച്ചകൾക്കുള്ള സാധ്യതകളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നുവെന്നാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. പരസ്പര ഭീഷണികളും ശക്തിപ്രകടനങ്ങളും തുടർന്നാൽ ഉണ്ടാകുന്ന ആഗോള പ്രത്യാഘാതങ്ങൾ ഭയപ്പെടുത്തുന്നതാണ്. പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ ആഗോള വിപണിയിലേക്കുള്ള എണ്ണ വിതരണം തടസ്സപ്പെടുകയും ഇത് അന്താരാഷ്ട്ര തലത്തിൽ വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്യും. ലോകത്തെ പ്രമുഖ കപ്പൽപാതകൾ കടന്നുപോകുന്ന ഈ മേഖലയിലെ അശാന്തി ആഗോള വ്യാപാരത്തെയും വിതരണ ശൃംഖലയും സാരമായി ബാധിക്കും. യമൻ, സിറിയ, ലെബനൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ആഭ്യന്തര സംഘർഷങ്ങൾ ഈ രണ്ട് വൻശക്തികളുടെ പോരാട്ടത്തോടെ കൂടുതൽ വഷളാകാനുള്ള സാധ്യതയുമുണ്ട്. നിലവിൽ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുമ്പോൾ അമേരിക്കയും ഇറാനും പരസ്പരം കടുത്ത ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നേരിട്ടുള്ളൊരു സൈനിക ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ ഇരുപക്ഷവും ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ചില വിദഗ്ധർ വിലയിരുത്തുന്നത്. നയതന്ത്ര മാർഗങ്ങളിലൂടെയും മൂന്നാം കക്ഷികളുടെ മധ്യസ്ഥതയിലൂടെയും പ്രശ്നപരിഹാരത്തിന് വഴിയൊരുക്കാനാകുമോ എന്നാണ് അന്താരാഷ്ട്ര സമൂഹം ഇപ്പോൾ ഉറ്റുനോക്കുന്നതും. എന്നാൽ നിലവിലെ ഔദ്യോഗിക പ്രസ്താവനകൾ പരിശോധിക്കുമ്പോൾ
ഇരുപക്ഷവും തങ്ങളുടെ മുൻനിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിനാൽ വരും ദിവസങ്ങളിൽ ഈ വാചക യുദ്ധം നേരിട്ടുള്ള സൈനിക നീക്കങ്ങളിലേക്ക് വഴിമാറുമോ അതോ പുതിയ ചർച്ചകൾക്ക് തുടക്കമിടുമോ എന്നത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലും ആഗോള സമാധാനത്തിലും നിർണായകമായ ചോദ്യമായി തുടരുന്നു.